98-ാം വയസ്സിൽ കത്തോലിക്ക സഭയിൽ അംഗമായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വെറ്ററൻ സൈനികൻ. അമേരിക്കയിലെ അരിസോണയിൽ നിന്നുള്ള റെയ്മണ്ട് റേ മാർട്ടിൻ സീനിയർ എന്ന പോലീസുകാരനാണ് ജീവിത സായാഹ്നത്തിൽ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭാംഗമായി തീർന്നത്. അന്തരിച്ച കത്തോലിക്ക വിശ്വാസിയായ ഭാര്യയുടെ ഓർമ്മകളും പ്രാർത്ഥനകളുമാണ് 98-ാം വയസ്സിൽ തന്നെ സഭയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒക്കിനാവയിലും ഫിലിപ്പീൻസിലും പോരാടുകയും പിന്നീട് 27 വർഷക്കാലം ഇല്ലിനോസിയിൽ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് റെയ്മണ്ട് മാർട്ടിൻ. അന്തരിച്ച ഭാര്യ ആൻമേരിയുടെ തീക്ഷ്ണമായ ക്രൈസ്തവ ജീവിതമാണ് റെയ്മണ്ടിനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്. ഭാര്യയോടൊപ്പം പതിവായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം മാമോദീസ സ്വീകരിച്ചിരുന്നില്ല. അടുത്തിടെയുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് കത്തോലിക്ക സഭയിൽ ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച റെയ്മണ്ടിന് അരിസോണയിലെ പരിചരണ കേന്ദ്രത്തിൽ വെച്ച് ഫാദർ എഡ്സൺ എലിസാർഡസ് ആണ് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും നൽകിയത്. ചടങ്ങിൽ കുടുംബാംഗങ്ങളും പരിചാരകരും സാക്ഷികളായി. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം സന്തോഷാശ്രുക്കളോടെയാണ് റെയ്മണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. വിശുദ്ധ ക്രിസ്റ്റഫറിനെ തന്റെ മധ്യസ്ഥനായി സ്വീകരിച്ച റെയ്മണ്ടിന് വിശുദ്ധ കുർബാന വീട്ടിലെത്തിച്ചു നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവകൃപയും വയലിൽ ഒളിഞ്ഞിരുന്ന നിധി പോലുള്ള ക്രൈസ്തവ വിശ്വാസവും 98-ാം വയസ്സിൽ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഈ വൃദ്ധനായ യോദ്ധാവ്. ദൈവവിളി സ്വീകരിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന റെയ്മണ്ടിന്റെ ആത്മീയ യാത്ര വലിയൊരു സാക്ഷ്യമായി മാറുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.